2024 ജൂലൈ 13 പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ട്. ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയ് മുങ്ങി മരിക്കുന്നതാണ് ആ ദിവസം. 2024 ജൂലൈ 13, ഏകദേശം 1.5 വർഷം മുൻപ്. മാലിന്യക്കൂമ്പാരത്തിൽ ഒരു മനുഷ്യൻ മുങ്ങി മരിക്കുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ജോയിയുടെ അമ്മയുടെ കണ്ണീരും നമ്മൾ കണ്ടു. ഇപ്പോൾ ജോയിയുടെ അമ്മയ്ക്ക് വീടൊരുങ്ങിയിരിക്കുകയാണ്. ചുള്ളിയൂർ കോണത്ത് നിർമ്മിച്ച വീടിന്റെ താക്കോൽ മന്ത്രി MP രാജേഷും മേയർ ആര്യ രാജേന്ദ്രനും കൈമാറും. ഒപ്പം ആമയിഴഞ്ചാൻ തോട്ടിലെ അവസ്ഥ എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കണം. ആഷിൻ ഡിയാഗോയും TV പ്രസാദും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആഷിൻ ഡിയാഗോ ജോയിയുടെ പുതിയ വീട്ടിലുണ്ട്, പക്ഷെ ആ വീട്ടിൽ ജോയി ഇല്ല. പ്രസാദ് ആമയിഴഞ്ചാൻ തോട്ടിന് മുന്നിലുണ്ട്. നമുക്ക് ആദ്യം ആഷിനിലേക്ക് പോകാം. ഗുഡ് മോർണിംഗ് ആഷിൻ. ഗുഡ് മോർണിംഗ് TV പ്രസാദ്. വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ്. ജോയിയുടെ മരണശേഷം ആ കുടുംബത്തിന് ഒരു വീട് കിട്ടുന്നു എന്നത് ചെറിയ കാര്യമല്ല. നമ്മളൊരു നല്ല വാർത്തയോടെ തുടങ്ങുകയാണ്. ആഷിൻ, വീടൊന്ന് പ്രേക്ഷകരെ കാണിക്കൂ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ കാണുന്നതാണ് ജോയിയുടെ അമ്മ മെൽഹിക്ക് ഇന്ന് കൈമാറാൻ ഉള്ള വീട് എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് വാങ്ങി നൽകിയ സ്ഥലത്ത് നഗരസഭയാണ് വീടിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 750 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമും 1 അടുക്കളയും ചേരുന്നതാണ് ഈ വീട് എന്നുള്ളതാണ്. കുടിവെള്ളത്തിനായി ഇവിടെ കിണറും സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അതായത് മാർച്ച് 26-നാണ് മന്ത്രി MP രാജേഷ് ഈ വീടിൻ്റെ തറക്കല്ല് ഇടുന്നത്. ജോയിയുടെ അമ്മയാണ് നമുക്കൊപ്പം ഉള്ളത്. അതിന് മുൻപ് നമുക്ക് വീടിൻ്റെ അകംവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഏതാണ്ട് 5 സെന്റ് സ്ഥലം, സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് 5 ലക്ഷം രൂപയ്ക്കാണ് ഈ സ്ഥലം പഞ്ചായത്ത് വാങ്ങി നൽകിയിട്ടുള്ളത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പ്രത്യേകം ആയി ഇടപെട്ട് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് വരാന്ത. ഇതാണ് ജോയിയുടെ വീടിന്റെ അടുക്കള എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തായി തന്നെ 2 ബെഡ്റൂമുകളുമുണ്ട് എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം 3:30 ഇതിന്റെ താക്കോൽ ജോയിയുടെ അമ്മ മെൽഹിക്ക് കൈമാറുക എന്നുള്ളതാണ്. രാവിലെ തന്നെ നമ്മൾ അമ്മയെ കണ്ടിരുന്നു. അമ്മയ്ക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഓരോ ഇതിനും ജോയിയുടെ ആ ഒരു ഓർമ്മകളാണ് തങ്ങി നിൽക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മകന് പകരമാകില്ല എന്നുള്ളത് തന്നെയാണ് അമ്മ പറയുന്നതും. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, അമ്മയ്ക്ക് നിലവിൽ ഇപ്പോൾ വീടായെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും ആയിട്ടില്ല. അങ്ങനെ ആ ഒരു വിഷമത്തിൽ കൂടിയാണ് അമ്മ നിൽക്കുന്നത്. രാവിലെ നമ്മളോട് സംസാരിച്ചിരുന്നു, ഇങ്ങനെ വീടായി പക്ഷേ വീട്ടിലേക്കുള്ള സാധനങ്ങളൊന്നും ആയിട്ടില്ല, അതെല്ലാം ആയി വരുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. അമ്മ ഇപ്പോൾ മകൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നല്ലോ ഒരു സ്വന്തമായിട്ടുള്ള വീട് എന്നുള്ളത്. വീട് സ്വന്തമായിട്ടായി, പക്ഷേ എന്താ പറയുക, നിർഭാഗ്യവശാൽ മകനില്ല. എന്താണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ജോയി മരിച്ചു. ജോയിയുടെ അമ്മ മെൽഹിയാണ് ഞാൻ. എനിക്ക് അവൻ ആമയിഴഞ്ചാൻ തോട്ടിൽ മരിച്ചതോടൊപ്പം മേയറും MLAയും മന്ത്രിയും ഗവർണറും എല്ലാവരും കൂടി ഉൾപ്പെടുത്തി MLA വസ്തു കണ്ടെത്തുകയും മേയർ നല്ലൊരു വീട് പണിത് കൊടുക്കണമെന്ന് ആദ്യം തന്നെ മേയർ പറയുകയും ചെയ്തു. അതിനോടൊപ്പം എനിക്ക് നല്ലൊരു ഭവനം പണിതു തന്നു. എന്നാൽ എൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയി. അത് ഒരിക്കലും ആ ദുഃഖം മാറുന്നതല്ല. എന്നാൽ ഇന്ന് മുതൽ അവർ താക്കോൽ തരുമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഭവനമൊന്നുമില്ല, 1 സെൻറ്റ് ഭൂമി ഇല്ലാതിരുന്നതാണ്. അവൻ തന്നെ പറഞ്ഞു, അമ്മയ്ക്ക് റോഡിൻ്റെ കരയിൽ ഒരു ഭവനം പണിത് തരുമെന്ന് പലവട്ടം പറയുമായിരുന്നു. അവനിൽ കൂടെ തന്നെ ഇതെല്ലാം വന്നെത്തി. ഇതെല്ലാം ഗവൺമെൻറ് പ്രകാരം വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഭവനം ലഭിച്ചത്. വളരെ നന്ദിയുണ്ട്. ഇതെല്ലാം ചെയ്തു തന്നവർക്ക് വളരെ വളരെ നന്ദി പറയുന്നു. ജോയി എന്തായാലും പറഞ്ഞ വാക്ക് പാലിച്ചു. അമ്മയ്ക്കൊരു വീട് എങ്ങനെയായാലും ഒരുക്കി നൽകും എന്നുള്ളതല്ലേ? അവൻ പറഞ്ഞ വാക്ക് പാലിച്ചു. അവൻ പറഞ്ഞതും വീട് നൽകി ഭവനം പണിത് തരുമെന്ന്, അതുപോലെ എനിക്ക് നല്ലൊരു ഭവനം പണിത് കിട്ടി. അമ്മ ഒറ്റയ്ക്കായിരിക്കും ഇവിടെ? വേറെ ആരെങ്കിലും ഉണ്ടോ? കൂട്ടിനാരെങ്കിലൊക്കെ ഉണ്ടോ? കൂട്ടിന് മകളുടെ മകൻ കുറേ ദിവസം നിൽക്കും. അത് അവൻ പോയതിൻ്റെ ശേഷം പിന്നെ ആരെങ്കിലും കൂടെ വന്ന് നിൽക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? ഇപ്പം സങ്കടങ്ങളൊക്കെ മാറും പറയൂ ആഷിൻ. നമുക്കും സഹായിക്കാം. എന്താണ് നമ്മളാൽ കഴിയുന്നത്? ഇത് കണ്ടു നിൽക്കുന്ന പ്രേക്ഷകരുണ്ടാവും. ഇനി ആ അമ്മയ്ക്ക്, ജോയിയുടെ അമ്മയ്ക്ക് വീട്ടിലേക്ക് അത്യാവശ്യം കട്ടിൽ ആവശ്യമുണ്ട്, ചെറിയ ചെറിയ സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചൊന്ന് സഹായിച്ചാൽ അത് നടക്കും. അപ്പോൾ ആഷിൻ ജോയിയുടെ അമ്മയോട് പറഞ്ഞോളൂ, സന്തോഷത്തോടു കൂടി ഇരിക്കൂ. നമുക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. ജോയി ഒഴികെ ബാക്കിയൊക്കെ നമുക്ക് കൊടുക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട് എന്ന് പറഞ്ഞോളൂ ആഷിൻ. താങ്ക് യു ആഷിൻ.